പണ്ടൊക്കെ ഒരു പ്ലം കേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് വരെ നമ്മൾ കാത്തിരിക്കണ്ടേ. കാരണം അന്നെല്ലാവരും കടയിൽ നിന്ന് മേടിക്കലാണല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എപ്പോൾ ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നിയാലും വീട്ടിൽ തന്നെ അതൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ തവണ ക്രിസ്മസിന് വീട്ടിൽ തന്നെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇൻട്രോയാണ് ഈ പറഞ്ഞത്. 1.5 കപ്പ് മൈദ എടുക്കുക. അതിന് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ് ഇതിട്ട് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുക. അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഇട്ടിട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ചൊന്ന് ബീറ്റ് ചെയ്യുക. പിന്നെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം പ്ലം കേക്കിൻ്റെ. അത് ഫ്രൂട്ട്സാണ്, ഡ്രൈ ഫ്രൂട്ട്സ്, കിസ്മിസ്, അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടി 3 കളറിലുള്ളതുണ്ട്, ഈന്തപ്പഴമുണ്ട്. അത് 3 കൂടി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു കളർ ആവുന്ന വരെ നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കുക. പക്ഷേ ഇതല്ല നമ്മുടെ കളറ്. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്മിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളർ കിട്ടും. ആ ഒരു കളറിൽ നമുക്ക് സിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു കപ്പ് 1.5 കപ്പെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കുറേശ്ശെ ചെയ്യണം, അല്ലെങ്കിൽ അത് മേത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ കുറേശ്ശെയായിട്ട് ചെയ്യുക. ഇത് എപ്പോഴും നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ വെള്ളം ഒഴിക്കാൻ. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി മിക്സ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒത്തിരി വറ്റി അതിലെ വെള്ളം വറ്റി പോകണ്ട, അത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇത് കുറച്ച് ഗ്രാമ്പു പൊടിച്ചതാണ്, അത് ഒരു നുള്ള് ആ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ റമ്മിലൊക്കെ സോക്ക് ചെയ്തെടുത്ത ഫ്രൂട്ട്സിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം ഗ്രാമ്പു പൗഡർ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സെറ്റ് ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് വെള്ളം വറ്റിച്ച് കട്ടയാക്കരുത്. അതിനുശേഷം നല്ലോണം ചൂടാറിയതിന് ശേഷം ഇത് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ്, അതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്, മൈദ. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ അവസാനം ഇടുന്ന മിക്സിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് എല്ലാം അടിയിൽ പോയിട്ട് സെറ്റാവും. അപ്പം അങ്ങനെ സെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയോടുകൂടി തന്നെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് സാധാരണ കേക്ക് പോലെ അത്ര ലൂസ് കൺസിസ്റ്റൻസി ഒന്നും ആയിരിക്കില്ല. ഇത് കുറച്ച് കട്ടിയായിരിക്കും, എന്നാൽ ഒത്തിരി കട്ടിയായി പോകാൻ പാടില്ല. അവിടെ നമ്മൾ കേക്ക് ടിന്ന് എണ്ണ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ടിന്നിൻ്റെ പകുതി വരെ മാത്രമാണ് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. എപ്പോഴും പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ എടുക്കുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വരിക.